ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഇത് തമിഴിലെ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അത് മലയാളത്തിൽ 2 മാസത്തോടെ തന്നെ വരും. അങ്ങനെ ദേവിയുടെ ആ ഒരു കള്ളത്തരങ്ങളും കാര്യങ്ങളും ആനന്ദ് എല്ലാവരോടും തുറന്നു പറയണം. ഇവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവളുടെ അച്ഛൻ വലിയ ബിസിനസ് മാഗ്നറ്റ് ഒന്നും അല്ല, ഉഡായിപ്പ് ഫ്രോഡ് ഉദയഭാനുവാണ്. ഇവളുടെ കുടുംബം മൊത്തം അങ്ങനെ തന്നെയാണ്. ഇവൾ എന്നെക്കാളും 1 വയസ്സ് മൂത്തതാണ്. മാത്രല്ല ഇവൾക്ക് വേറെ ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ല. ഇവളെല്ലാവരെയും പറ്റിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അത് മനസ്സിലാക്കി നമ്മുടെ ദൈവമംഗലത്തെ എല്ലാവരും കൂടി ചേർന്ന്, എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാലനും ദേവിയും കൂടി ചേർന്ന്, ബാലനും ഗോമതിയും കൂടി ചേർന്നിട്ട് ദേവിനെ അവിടെ നിന്ന് പുറത്താക്കാണ്. ഇനി നീയും എന്റെ മകനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാണ്. ആനന്ദ് പറയണ്ട്, അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരച്ച, എനിക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ഡിവേഴ്സ് വേണം എന്ന് പറയണം. അപ്പൊ അങ്ങനെ ആനന്ദ് ഡിവേഴ്സിന് വേണ്ടി നോട്ടീസ് അയക്കണമുണ്ട്. അപ്പൊ ഡിവേഴ്സിന് നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഉദയഭാനുന്റെ വീട്ടിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും ഉദയഭാനുന്റെ ഭാര്യ ശ്രീകലയുടെയും സ്വഭാവം മാറാണ്. അത്രയും നാൾ വരെ ദേവിനെ വീണ്ടും എങ്ങനെയെങ്കിലൊക്കെ ദൈവമംഗലത്തേക്ക് പറഞ്ഞയക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് ഇവരുടെ സ്വഭാവം മാറിയിട്ട് നമ്മുടെ ദേവീനെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഇവർ കഴിക്കണ ഓരോരോ ചോറിനും അരിമണിക്കും വരെ കണക്ക് പറയണം. ദേവി ഇത്തിരി ചോറ് എടുത്തിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചോറെടുക്കാൻ പോകുമ്പോഴേക്കും ശ്രീകല പറയണ്ടേ, എടി നിന്റെ ഭർത്താവ് കൊട്ടക്കണക്കിന് ഇവിടെ ചോറും അരിയും ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കാനായിട്ട്. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടും 4 ആളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസക്കാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നിനക്ക് ഭക്ഷണവും അതുപോലെ തന്നെ എന്തിനും വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ ഈ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നീ ചെലവിന് തരണം, നീ വല്ല പണിക്കും പോണം എന്നൊക്കെ ദേവി എടുത്ത് പറയാണ്. ദേവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഇത്രയും നാൾ താൻ കണ്ടിരുന്ന വീട്ടുകാരല്ല ഇനി ദേവി കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അവര് ദേവിയുടെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേവിനെ പുറം തള്ളുവാണ് ആ വീട്ടുകാർ പോലും. ആ സമയത്താണ് ദേവിക്ക് ഒരു അനുഗ്രഹം എന്ന രീതിയിൽ ദേവി പ്രഗ്നന്റ് ആണെന്ന് അറിയണത്. അത് പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ദേവിക്ക് അപ്പോഴും ആനന്ദിനോട് എങ്ങനെയൊക്കെ സത്യം പറയാൻ വേണ്ടി, പക്ഷെ ആനന്ദിനോട് എങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആനന്ദ് വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ആനന്ദിനോട് ദേവി പറയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് അമ്പലം വരെ വരണം എന്ന് പറയണം. അപ്പൊ ആനന്ദ് വിചാരിക്കുന്നത് ഈ ഡിവേഴ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വക്കീൽ നോട്ടീസ് അല്ലെങ്കിൽ വക്കീലിന്റെ കാര്യങ്ങളോ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരാൻ വേണ്ടി പറയണമെന്ന് വെച്ചിട്ട് നമ്മുടെ ആനന്ദും അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദേവി സന്തോഷത്തോടു കൂടി തന്നെയാണ് ആനന്ദിനോട് പറയണത് താൻ ഗർഭിണിയാണെന്ന്. ഇത് കേൾക്കുന്ന ആനന്ദ് ദേവി അടുത്ത് പറയുന്നുണ്ട്, നിന്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവി ആകെ തകർന്നു പോവാട്ടോ. പിന്നീട് ദേവിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല. ദേവി വീട്ടിൽ വന്നിട്ട് ഇരിക്കുമ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും പറയാണ്, നീ നിന്റെ ഭർത്താവിനെ കാണാൻ പോയിട്ട് എന്തായി? അവനോട് കാര്യങ്ങളൊക്കെ പറയില്ലേ? അവനെന്താ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് വരോ നാളെ വരോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആനന്ദേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരില്ല എന്ന് ദേവി പറയുമ്പോൾ ഉദയഭാനു പറയണ്ട, അങ്ങനെയാണെങ്കിലേ നിനക്കും നിന്റെ കുഞ്ഞിനും തരാൻ ചെലവിന് തരാനുള്ള പൈസ അതുപോലെ തന്നെ ഭക്ഷണം ഇവിടെ ഇല്ല, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. ദേവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അത് മാത്രല്ല നമ്മൾ ആനന്ദ് അങ്ങനെ പറയുമ്പോഴേക്കും ദേവി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി ആനന്ദിന്റെ ഭാര്യയായിട്ട് ദേവമംഗലത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം തന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചതാണ് ആനന്ദ്. അപ്പൊ ആനന്ദിന്റെ സ്വഭാവം എത്രമാത്രം മതം പതിച്ചു കഴിഞ്ഞു. താൻ മുമ്പ് കണ്ട ആനന്ദ് അല്ല ഇപ്പൊ ആനന്ദ് ഒരുപാട് മാറി. തന്റെ സ്വഭാവത്തെ വരെ ചൂഷണം ചെയ്യാണ് ആനന്ദ്. അങ്ങനത്തെ ഒരു ആനന്ദിനെ വേണ്ടെന്ന് തീരുമാനിച്ച ദേവി തന്റെ വീട്ടുകാരെയും അതേസമയം ആനന്ദിനെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കഴുത്തിലെ താലിമാല വലിച്ചു പറിച്ചൂരി ദേവി ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്ന ഭാഗമാണ് നമുക്ക് ഇനി തമിഴിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതേസമയം ദേവിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് മീനു കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മീനു ആണ് ദേവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണതും ദേവിക്ക് ചികിത്സയും അതുപോലെ ട്രീറ്റ്മെന്റും, ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെക്കപ്പും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ദേവിക്ക് ആവശ്യമുള്ള ഫുഡും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നമ്മുടെ മീനാക്ഷി ആയിട്ട്. കാരണം ആരില്ലാത്ത ദേവിക്ക് അവസാനം മീനാക്ഷി മാത്രമേ കൂട്ടായിട്ടുള്ളൂ. അങ്ങനെ ആനന്ദ് പതുക്കെ ഇപ്പൊ പാവമായിട്ടിരിക്കുന്ന ആനന്ദ് പതുക്കെ വില്ലനാക്കി മാറുന്ന ഭാഗങ്ങളാണ് തമിഴിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇനിയുള്ള ഭാഗം കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.